ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനീഷിന്റെ അടുത്ത് ഷാനവാസിനുള്ളത് പ്യുവർലി ഗെയിം ആണ് എന്നുള്ളൊരു വലിയ സത്യമാണ് ഞാനിപ്പോൾ തുറന്നു കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു ഗെയിം തന്നെയാണ് ഇത്. എത്രയൊക്കെ ആരൊക്കെ വാദിച്ചെന്ന് പറഞ്ഞാലും ഇത് ഷാനവാസിന്റെ ഗെയിം തന്നെയാണ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇത് എപ്പിസോഡിനകത്ത് കാണിക്കുമെന്നൊന്നും അറിയില്ല. ഈ ഒരു സംഭാഷണം കാണിച്ചാൽ അത്രയും നല്ലത്. എന്താണെന്നല്ലേ പറയാം. സിറ്റ് ഔട്ടിലെ ഡിസ്കഷൻ തന്നെയാണ് ലൈവിൽ കുറെ നേരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതേ ഫ്രെയിം തന്നെയാണ്. ഓരോരുത്തരെ പറ്റിയും ഇവരെ കുറ്റം പറയുകയായിരുന്നു. പെട്ടെന്ന് ജിസയിൽ എണീറ്റ് പോയതും ഷാനവാസും ഒനീലും അക്ബറും കൂടി അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അന്ന് അതിനകത്ത് കിടന്നുറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് കള്ളം പറഞ്ഞങ്ങ് ഫൈറ്റ് ചെയ്യുമായിരുന്നു എന്ന് അക്ബർ പറയുക. അത് എന്താണ് സംഭവം നിങ്ങൾക്ക് അറിയാം. ആ ഒരു അടിമ ടാസ്ക് ആണ്. അടിമപ്പണി എടുക്കാനായിട്ട് അനീഷ് അധികം ചെയ്തില്ല എന്നുള്ള അന്ന് മുതലേ പറയുന്ന കാര്യമാണ്. അനീഷ് നല്ലപോലെ ചെയ്ത ടാസ്ക് തന്നെയാണ്. നിങ്ങൾക്ക് ആകെ പറയാനുള്ള ഒറ്റ ടാസ്കേ ഉള്ളൂ അക്ബറെ. അന്ന് അനീഷ് ഉറങ്ങിയത് ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ട് തന്നെയാണ്. അത് ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവനതൊക്കെ മാറ്റി പിടിച്ച് വേറെ വല്ല ടോപ്പിക്കും പിടിക്കാനായിട്ട് നോക്കൂ. ബെസ്റ്റ് പ്ലെയർ ആവാനായിട്ടൊക്കെ വൈഫ് എന്ന് പറഞ്ഞതല്ലേ, ആ രീതിയിലെങ്കിലും ഒന്ന് മാറ്റി പിടിക്കൂ. പിന്നെ അക്ബർ പറയാണ് അനീഷ് ഏട്ടൻ ഭൂലോക അവസരവാദിയാണ് എന്ന്. ഒനീലും ഇതിന് ശരിവെക്കുന്നുണ്ട്. ഒനീലിനെയും അക്ബറിനെയും പോട്ടെ എന്ന് വെക്കാം. കാരണം ഡേ 1 മുതലേ അനീഷിനെതിരെ കളിച്ചിട്ട് തന്നെയാണ് അവര് ഹൗസിനകത്ത് പിടിച്ചു നിന്നത്. ഓക്കെ, അത് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. എതിരാളിയാണെന്ന് തന്നെ പറയണം. റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും കേട്ടോ. ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഒനീലാണേലും അക്ബർ ആണേലും എതിരാളിയായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ അനീഷേട്ടനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവര് പറയുന്നത് പോട്ടെ എന്ന് വെക്കാം. ഷാനവാസ് ഇതിനെ ശരിവെക്കുന്നുണ്ട്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഇതൊക്കെ അനീഷിന്റെ ഗെയിമാണ്, അവൻ പിടിക്കുന്ന സ്ട്രാറ്റജിയാണ്. എല്ലാവരും അനീഷിന്റെ ക്യാപ്റ്റൻസി മോശമാണെന്ന് പറഞ്ഞപ്പോൾ അനീഷ് തന്നെ സ്വയം ക്യാപ്റ്റൻസി അടിപൊളിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. ഇങ്ങനെയൊക്കെ ഷാനവാസ് ലൈവിൽ പറഞ്ഞിരുന്നു ഇവരുടെ അടുത്ത്. പുറത്തുനിന്ന് ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ച ഷാനവാസിന്റെ ഭാര്യ പുള്ളിയോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് ഓതിക്കൊടുത്തതെന്നുള്ളത് കൃത്യമായിട്ട് ലൈവിലോ എപ്പിസോഡിലോ ഒന്നും കാണിച്ചിട്ടില്ല. അത് എന്ത് തന്നെ ആയാലും ഷാനവാസിന് അത് വിനയാവും, നെഗറ്റീവ് ആവും. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണെന്ന് 100% തെളിയുന്ന ആ നിമിഷം ഷാനവാസിനെതിരെ പ്രേക്ഷകർ തിരിയും. നല്ലൊരു ശതമാനം തന്നെ തിരിയും. ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അപ്പൊ അവരൊക്കെ തിരിയും. ഇത് ലൈവിൽ നടന്നപ്പോൾ തന്നെ ഒരുപാട് പ്രേക്ഷകർ ഷാനവാസിനെതിരായിട്ട് കമന്റ് ഇടുന്നതായിട്ട് കണ്ടിരുന്നു. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഷാനവാസിന്റെ ഈ ഒരേ ഒരു ഗെയിം അനീഷിനെ ഒറ്റയ്ക്ക് വിടാതെ പിന്തുടരുക എന്നുള്ളതായിരുന്നു. ഡേ 1 മുതലേ അങ്ങനെ തന്നെയാണ്. ഇവര് അനീഷ് അവിടെ തൊട്ടപ്പുറത്ത് നിന്നപ്പോഴാണ് ഇവരിത് പറയുന്നത് കേട്ടോ. അനീഷ് അടുത്തോട്ട് വന്നപ്പോൾ ഇവർ ടോപ്പിക്ക് മാറ്റുന്നുണ്ട്. അതാണ് ഇതിനകത്തെ ഒരു രസമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അനീഷിന് അടുത്തോട്ട് വന്ന് ടോപ്പിക്ക് മാറ്റി സാധാരണ പോലെ തന്നെ മിണ്ടുന്നുണ്ട്, കുറ്റം പറഞ്ഞിട്ടേ. അപ്പൊ ഇതൊക്കെയായിരുന്നു ലൈവിനകത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.